തച്ചങ്കരിയുടെ പടിയിറക്കത്തിന് പിന്നാലെ കെഎസ്ആർടിസിയിൽ വീണ്ടും കാര്യങ്ങൾ യൂണിയനുകളുടെ നിയന്ത്രണത്തിൽ. ടോമിൻ തച്ചങ്കരിയുടെ പരിഷ്കാരങ്ങൾ യൂണിയനുകൾ ഇടപെട്ട് മാറ്റി. ഡ്രൈവർ കം കണ്ടക്ടർ രീതി വേണ്ടെന്ന് യൂണിയനുകൾ വ്യക്തമാക്കി. ഇന്ന് രാവിലെ ജോലിക്കെത്തിയ ഡ്രൈവർ കം കണ്ടക്ടറെ തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിവിട്ടു. അധിക ഡ്യൂട്ടി ചെയ്യാൻ കഴിയില്ലെന്നും യൂണിയനുകൾ വിശദമാക്കി. അപകടങ്ങൾ കുറയാൻ ഈ രീതി ഉപകരിക്കുമെന്ന വിലയിരുത്തലിന് പിന്നാലെയായിരുന്നു ഡ്രൈവർ കം കണ്ടക്ടർ രീതി കെഎസ്ആർടിസിയിൽ കൊണ്ടുവന്നത്. തച്ചങ്കരിയുടെ പടിയിറക്കത്തിന് പിന്നാലെ കെഎസ്ആർടിസിയിൽ വീണ്ടും കാര്യങ്ങൾ യൂണിയനുകളുടെ നിയന്ത്രണത്തിലാവുകയാണ്. മാർക്കറ്റ് ഫെഡ്, കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി, കൺസ്യൂമർ ഫെഡ് തുടങ്ങി നഷ്ടത്തിലായിരുന്ന സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയ പ്രവർത്തന മികവോടെയാണ് തച്ചങ്കരി കെഎസ്ആർടിസിയുടെ തലപ്പത്തെത്തിയത്. സ്ഥാപനത്തെ ലാഭത്തിലാക്കാൻ അദ്ദേഹം പല പരിഷ്കരണ നടപടികളും നടപ്പിലാക്കി. തച്ചങ്കരി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും പദ്ധതികളുമാണ് സാമ്പത്തിക ബാധ്യതയിൽ മുങ്ങിക്കിടന്ന കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സഹായകമായതെന്നത് ചർച്ചാ വിഷയമാണ്. കെഎസ്ആർടിസിക്ക് സ്വന്തം വരുമാനത്തിൽ നിന്നും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലേക്ക് കോർപ്പറേഷനെ എത്തിക്കുന്നത് LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വരുമാന വർധനവിന് വേണ്ടി കൈക്കൊണ്ട നടപടികളാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ സർക്കാരിന്റെ ഇടപെടലുകളോ നടപടികളോ അല്ല, പ്രധാനമായും ശബരിമല സീസണിൽ കിട്ടിയ അധിക വരുമാനവും കോർപ്പറേഷനുള്ളിൽ നടത്തിയ ചെലവ് ചുരുക്കലും മറ്റ് പരിഷ്കാരങ്ങളുമാണ് കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചതെന്നാണ് മറുവാദം. ജോലി ചെയ്യാത്തവർക്ക് ശമ്പളമില്ല, ദീർഘാവധിയെടുത്ത മറ്റു ജോലികൾക്കും വിദേശത്തും മറ്റുമൊക്കെ പോയവരെ പിരിച്ചുവിടും, അപകടങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ സിംഗിൾ ഡ്യൂട്ടി, ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ലൈസൻസ്, ഷെഡ്യൂളുകൾ കൃത്യമായി പാലിക്കുക, എല്ലാ റൂട്ടുകളിലും ബസ് ഓടുന്നത് നിർബന്ധമാക്കുക തുടങ്ങി തച്ചങ്കരിയുടെ ഇടപെടലുകൾ ഒരു പരിധിവരെ കെഎസ്ആർടിസിക്ക് ഗുണം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് തച്ചങ്കരി മനഃപൂർവ്വം നിലപാടെടുത്തതുകൊണ്ടാണെന്നും കോടതിയെ വിവരങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചില്ലെന്നുമുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഒപ്പം ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്നത് കെഎസ്ആർടിസിയെ ഭാവിയിൽ വൻ കടക്കണിയിലെത്തിക്കുമെന്നും സ്വന്തമായി വർക്ക്ഷോപ്പും ജീവനക്കാരുമുള്ള കെഎസ്ആർടിസിയെ നോക്കുകുത്തിയാക്കി സ്വകാര്യ മേഖലയെ സഹായിക്കുകയാണ് തച്ചങ്കരി ചെയ്യുന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കെഎസ്ആർടിസി MD സ്ഥാനത്ത് നിന്ന് മാറിയത് 4 പേരാണ്. കെഎസ്ആർടിസി MD സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരിയെ മാറ്റി പകരം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ DGP MB ദിനേശിനെ പുതിയ MD ആയി നിയമിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ചുമതലയേൽക്കും. അതേസമയം അദ്ദേഹം വരുന്ന മെയ്യിൽ സർവീസിൽ നിന്ന് വിരമിക്കും. ഈ സാഹചര്യത്തിൽ പുതിയ MDയെ വീണ്ടും കണ്ടെത്തേണ്ടി വരികയോ അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകുകയോ ചെയ്യേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.